ഇന്ന് ഞാൻ ഉപ്പ വെക്കുന്ന തലശ്ശേരി ബിരിയാണിയാണ് കേട്ടോ കാണിക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ബിരിയാണി. കാശ്മീരി ചില്ലിയാണ്. ഓടണ്ട നല്ല ഇഷ്ടമാണ്. കല്ലിപ്പാട്ട് പച്ചമുളകാണ് ചോറിന്. പച്ചമുളക് ഇപ്പം ഇട്ടാലാണ് ആ ഉള്ളിക്ക് നല്ല ഇരിക്കും. അല്ലെങ്കിൽ പിന്നെ ഇട്ട് കഴിഞ്ഞാൽ പിടിക്കില്ല. ഇത് ശ്രദ്ധിക്കണം. ഇപ്പോൾ അരി പോകുന്നത് നല്ലോണം വാടി പറ്റിയിട്ട് നല്ലോണം വാടി വെള്ളം ഒഴിക്കാൻ ഇരിക്കും. വെള്ളം ഒഴിക്കണോ? വെള്ളം ഒഴിക്കാണ്ട് ഉള്ളി ശരിക്കും വാടിക്കും. നല്ല അടിയിലാണ്. കുറച്ചും കൂടി മാറണം. കുറച്ച് വെള്ളം പോരാവും. കളി നെയ്സായിട്ട് ചെറുങ്ങനായിട്ട് നിൽക്കാം. നല്ല പോലെ തുടങ്ങി. തക്കാളി ആക്കി വെച്ചാൽ ഉള്ളി ആകില്ല. ഇഞ്ചിയും വെളുത്തുള്ളി അല്ലേ? വെളുത്തുള്ളി ഇട്ട് ആദ്യം ഇഞ്ചിയാണ് വെളുത്തുള്ളി ആദ്യം കിട്ടും. മസാല നല്ലോണം വഴന്നു വന്നാൽ നമുക്കിതിലേക്ക് തൈരാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ മല്ലിച്ചപ്പും പുതിനച്ചപ്പും ഗരം മസാല നമ്മൾ പൊടിക്കുന്ന തന്നെയാണ് ഇവിടുന്ന്. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളിവിടെ കുറച്ച് കുപ്പിയിലാക്കി വെച്ചതാ. ബോട്ടിലാക്കി വെച്ചിട്ട് അത് ശരിയാ. എത്ര വേണ്ടു? ഭയങ്കര സ്ട്രോങ് ഉള്ള സാധനം. 6 കിലോ ബിരിയാണിക്ക് ഇത് കുറച്ച് മാത്രം ഇട്ടാൽ മതി. ഭയങ്കര സ്ട്രോങ് ആയത്. ഈ ഒരു ഗരം മസാലപ്പൊടി എല്ലാത്തിലും ചേർത്ത് കൊടുക്കട്ടോ. നിങ്ങൾക്ക് ഇപ്പം മുട്ട മസാല, അതുപോലെ തന്നെ എന്തെങ്കിലും വെജിറ്റബിൾ കറിയോ ചിക്കൻ കറി മട്ടൻ കറി, അതുപോലെ തന്നെ ഏത് ടൈപ്പ് ബിരിയാണി ആയാലും മന്തി ആയാലും ഒക്കെ ഒരു നുള്ളി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഉപ്പൻ്റെതായ രീതിയിൽ ചെയ്തെടുക്കുന്ന ഗരം മസാലപ്പൊടിയാണ്. വേണ്ടവരെ എന്തായാലും കോണ്ടാക്ട് ചെയ്താൽ പെട്ടെന്ന് തന്നെ നമ്മൾ കൊറിയർ അയക്കുന്നതാണ്. അപ്പോൾ ഇതാ ചിക്കൻ ഇവിടെ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. മസാലയിലേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ചിക്കൻ ഫ്രൈ ആക്കിയത്. ചിക്കന് മസാലയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ഇതിലേക്ക് ഇളക്കി ഇട്ട് കൊടുത്താൽ മാത്രം മതിയാവും കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വേറെ ഒന്നും ചേർത്ത് കൊടുക്കണ്ട. നമ്മൾ ബാക്കിയെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്തതാണ്. ഇനി ഇതിലേക്ക് വേറെ മസാലയും കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കേണ്ടതാണ്. സൺഫ്ലവർ ഏലക്കായ, പിന്നെ 10 ഗ്രാമ്പൂ, അതിൻ്റെ ശേഷം പട്ട, പിന്നെ ഉപ്പാണ് കേട്ടോ. പാകത്തിന് മുറിച്ചില്ല. കല്ല് അരക്കാണ് കേട്ടോ. അതില്ല ഇനി ദമ്മിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വേവിച്ച് വെച്ച റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ അടിയിലായിട്ട് നമ്മൾ ഉള്ളി പൊരിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ അതിൻ്റെ അടിയിലായിട്ട് ഉള്ളി പൊരിച്ചതും അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ചോറ് ഇട്ട് കൊടുക്കുക. എന്നതിന് ശേഷം നല്ലോണം ഒന്ന് ലെവലാക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് മല്ലിച്ചപ്പും, അതുപോലെ തന്നെ ക്യാരറ്റ്, അതുപോലെ തന്നെ അണ്ടി, കിസ്മിസ്, പിന്നെ പൊരിച്ച ഉള്ളി അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ദമ്മാക്കി എടുക്കാമെന്ന് കേട്ടോ ചെയ്യുന്നത്.